അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇന വഖൂലു ഉൻദുർനാ വസ്മഊ വലിൽ കാഫിരീന അദാബുൻ അലീം. സ്വദഖല്ലാഹുൽ അലിയുൽ അലീം. ബനൂ ഇസ്രായേലരോട് അള്ളാഹു നടത്തിവരുന്ന സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. അവസാന ഭാഗത്ത് അള്ളാഹു വിശ്വാസികളോട് അവരുടെ സമീപനത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം, റസൂലിനോട് അള്ളാഹു ഇറക്കുന്ന നിയമത്തോടൊക്കെ നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം എന്ന കാര്യമാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശം യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിക്കുകയും പ്രവാചകൻ്റെ കൂടെ ചേരുകയും ചെയ്ത ആളുകളെ, ലാ തഖൂലു റാഇന, നിങ്ങൾ റാഇന എന്ന നിലപാടുകാരാകരുത്. വഖൂൽ ഉൻദുർന എന്ന നിലപാടുകാരാണ് നിങ്ങളാകേണ്ടത്. നിങ്ങൾ പറയേണ്ടത് റാഇന എന്നല്ല, നിങ്ങൾ പറയേണ്ടത് ഉൻദുർന എന്നാണ്. എന്നിട്ട് വസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വലിൽ കാഫിരീന അദാബുൻ അലീം, കൂട്ടാക്കാത്ത ആളുകൾക്ക്, തള്ളിക്കളയുന്ന ആളുകൾക്ക്, നിഷേധിക്കുന്ന ആളുകൾക്കൊക്കെ വേദനയുള്ള ശിക്ഷയാണുള്ളത്. അള്ളാഹു ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾ റായിന എന്ന ആറ്റിറ്റ്യൂഡ് ഒരിക്കലും അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. റാ എന്ന് പറഞ്ഞാൽ മേച്ചു എന്നൊക്കെയാണ് അർത്ഥം. കുല്ലുക്കും റായിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ ഇടയന്മാരാണ്. സംരക്ഷിക്കുക, പരിപാലിക്കുക എന്നൊക്കെ ആ വാക്കിനർത്ഥമുണ്ട്. വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ. സൂറ അൽ മൂമിനൂനിൽ കാണാം മൂമിനീങ്ങളുടെ സിഫത്തായിട്ട് പറയുന്നത്. മൂമിനീങ്ങളുടെ പ്രത്യേകതയാണ് അവരവരുടെ അമാനത്തുകൾ, അവരെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളും അതുപോലെ കരാറുകളും, അവരുടെ കരാറുകൾ വഅഹ്ദിഹിം റാഊൻ, അതിനെയൊക്കെ പരിപാലിക്കുന്നവരാണ്. കരാറൊക്കെ ബ്രേക്ക് ചെയ്യാതെ സൂക്ഷിക്കുന്ന ആളുകളാണ്. ബനൂ ഇസ്രായേലരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെയൊക്കെ അവർ കണ്ടിരുന്നത് ഷെപ്പേഡുകളായിട്ടാണ്. പ്രവാചകന്മാരൊക്കെ കുഞ്ഞാടുകളെ നയിക്കുന്ന ഇടയന്മാരെ പോലെയാണ് അവർ പ്രവാചകരെ കണ്ടിരുന്നത്. ലിറ്ററലി തന്നെ അബ്രഹാമിന് ശേഷം എല്ലാ നബിമാരും ലിറ്ററലി തന്നെ ഇടയന്മാരായിരുന്നു, ആടിനെ മേച്ചിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് സഭയിലൊക്കെ പ്രീസ്റ്റുകളെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അവർ ഗൈഡ് ചെയ്യുന്ന, നയിക്കുന്ന ആളുകൾ എന്നുള്ള സെൻസിലാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് അവരുടെ നിലപാട്, അവർ കൈക്കൊണ്ടിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിലപാട്. അതിനെക്കുറിച്ച് സൂറ നിസായിലും പറയുന്നുണ്ട്. ആ നിലപാടുകാരൻ നിങ്ങളാകരുത്. അതായത് ഞങ്ങൾ ആടുകളെപ്പോലെ അതും ഇതുമൊക്കെ ചെയ്യും, ഞങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെ നോക്കേണ്ടത്, ഞങ്ങളെ പരിഗണിക്കേണ്ടത് നിങ്ങളാണ്, പ്രവാചകരാണ്. പ്രവാചകൻ ഇടയനാണ്. അതുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളെ തെളിച്ചു കൊണ്ടുപോകണം എന്ന നിലപാട് നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഞങ്ങളെ ആ രീതിയിൽ പരിഗണിക്കണം, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്രവാചകൻ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങളൊരിക്കലും കരുതരുത്, എന്ന് നിങ്ങളൊരിക്കലും വിചാരിക്കരുത്. പ്രവാചകൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അദ്ദേഹം നിങ്ങളെ പ്രത്യേകമായിട്ട് പരിഗണിക്കണം എന്ന് നിങ്ങൾ പറയരുത്. ആ നിലപാടുകാർ നിങ്ങളാകരുത്. മറിച്ച് നിങ്ങളാകേണ്ടത് ഉൻദുർന, ഞങ്ങളെ നോക്കൂ എന്ന നിലപാടുകാരാണ്. അത് ഇതിന് വിരുദ്ധമായ ഒരു നിലപാടാണ്. ഞങ്ങൾ പ്രവാചകൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, പ്രവാചകനനുസരിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാറ്റാം, ഞങ്ങളുടെ പ്രയോറിറ്റിയൊക്കെ മാറ്റാം, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. പ്രവാചകൻ ഞങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെ പരിഗണിക്കേണ്ട. ഞങ്ങളെ പരിഗണിക്കുക, ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങളെ നോക്കിയാൽ മതി. വക്കൂലുന്തുർന, ഞങ്ങളെ നോക്കണേ, ഞങ്ങളെ പരിഗണിക്കണേ. പ്രവാചകൻ എന്താണോ ആവശ്യം അതിന് ഞങ്ങളെ അതുപോലെ പരിഗണിച്ചോളൂ, ഞങ്ങളത് ചെയ്യാം എന്നൊരു നിലപാടുകാർ ആയിരിക്കണം നിങ്ങൾ. ബനൂ ഇസ്രായേലർ കൈക്കൊണ്ട, യഹൂദരിൽപ്പെട്ട ആളുകൾ കൈക്കൊണ്ട നിലപാട് ഇതിന് വിരുദ്ധമായിരുന്നു എന്ന് സൂറ നിസായിൽ പറയുന്നുണ്ട്. മിനല്ലദീന ഹാദു, യഹൂദരിൽപ്പെട്ടവർ യുഹരിഫൂനൽ കലിമ അൻ മവാളിഇ, വചനങ്ങളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് കളഞ്ഞു, വളച്ചൊടിച്ചു, ദുർവ്യാഖ്യാനം ചെയ്തു അള്ളാഹുവിൻ്റെ നിയമങ്ങളെ. എന്നിട്ട് അവർ കൈക്കൊണ്ട സമീപനമാണ് വയഖൂലൂന സമിഅന വഅസൈന, ഞങ്ങൾ കേട്ടിരിക്കുന്നു പക്ഷേ ഞങ്ങൾ അനുസരിക്കുന്നില്ല. അവരുടെ രീതിയാണ്, സമീപനമാണ്. ഞങ്ങൾ മനസ്സിലായിട്ടുണ്ട് സംഗതികളൊക്കെ, പക്ഷെ അതുപോലെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറില്ല. വസ്മ ഗൈറ മുസ്മഇൻ, കേൾക്കാതെ കേൾക്കൂ. നിങ്ങൾ പ്രത്യേകിച്ച് അതിനൊന്നും ഗൗരവം കൊടുക്കാതെ, ശ്രദ്ധിക്കാതെ, പാസീവലി നിങ്ങളതൊക്കെ കേട്ടോളൂ എന്നതാണ് അവരുടെ രീതി. വറാഇന ലയ്യംബി അൽസിനത്തിഹിം വതഅനം ഫിദ്ദീൻ, ദീനിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നാവിനെ വളച്ചുകൊണ്ടൊക്കെ അവർ പറയുന്നത് റായിന എന്നാണ്.
ഒരു ദീനിനെ ക്രിറ്റിസൈസ് ചെയ്യാണ്. എന്നിട്ട് ഞങ്ങളെ തെളിച്ചോളൂ, ഞങ്ങളെ നയിച്ചോളൂ, ഞങ്ങളെ പരിഗണിച്ചോളൂ എന്നൊക്കെ പറയും. അള്ളാഹു പറയുന്നു, വലൗ അന്നഹും ഖാലു സമീഅന വഅതഅന, അവർ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, വസ്മഅ് എന്നിട്ട് കേട്ടിരുന്നെങ്കിൽ, കേൾക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവരുടെ നിലപാട് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ, വൻലുർന വസ്മഅ് കേൾക്ക്, വൻലുർന എന്നിട്ട് ഞങ്ങളെ നോക്കൂ, ഞങ്ങളെ പരിഗണിക്കൂ, ഞങ്ങൾ കേട്ടു, ഇനി നിങ്ങൾ പറയുന്നത് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളെ പരിഗണിച്ചോളൂ, ഞങ്ങളെ വിളിച്ചോളൂ എന്നൊക്കെ ആയിരുന്നെങ്കിൽ ലക്കാന ഖൈറൻ ലഹും, അതവർക്ക് ബെറ്ററായിരുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. പക്ഷേ അവരങ്ങനത്തെ ഒരു നിലപാടുകാരായിരുന്നില്ല. അവരുടെ സമീപനം മറിച്ചായിരുന്നു. വിശ്വാസികളോട് പറയുന്നു, നിങ്ങളാകരുത് ആ സമീപനക്കാർ. ഒന്നാമത്തെ നിർദ്ദേശമാണ്. അവരുടെ ആ സമീപനം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. വസ്മാവു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവർക്ക് കൊടുത്ത നിർദ്ദേശം തന്നെ അങ്ങനെയാണ്. ഷമാ ഇസ്രായേൽ എന്നാണ്, ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ക്രീഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അങ്ങനെയാണ്, ഇസ്രായേലെ കേൾക്കുക. കേൾക്കുക എന്ന് പറഞ്ഞ് അള്ളാഹു പറയുന്നു, വസ്മഉ, നിങ്ങൾ കേൾക്കൂ. അതായിരിക്കണം നിങ്ങളുടെ നിലപാട്. സശ്രദ്ധം ശ്രവിക്കണം, നല്ലപോലെ മനസ്സിലാക്കണം. പ്രവാചകൻ എന്താണ് പറയുന്നതെന്ന് വളരെ കാതുകൂർപ്പിച്ച് കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കണം. അറ്റൻഷൻ അതിന് കൊടുക്കണം. അള്ളാഹു പറയുന്നത് സൂറ അൽ അറാഫിൽ, വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിത്തു, ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ സശ്രദ്ധം ശ്രവിക്കൂ, മിണ്ടാതിരിക്കൂ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായേക്കാം എന്നാണ്. അപ്പോൾ കാര്യങ്ങൾ നല്ലപോലെ കേട്ട് മനസ്സിലാക്കുക, സശ്രദ്ധം ശ്രവിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കൂട്ടാക്കാതിരുന്നാൽ വലിൽ കാഫിരീന അദാബുൻ അലീം, അങ്ങനെ ഒരു സംഗതി കൂട്ടാക്കാതിരിക്കുന്ന ആളുകൾക്ക് വേദനയുള്ള ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അഹ്ലു കിതാബിൽ കുഫർ ചെയ്ത ആളുകളോ മുശ്രിക്കീങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഖൈർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവരെ പിന്നാലെ പോകണ്ട, അവരൊന്നും നിങ്ങൾക്ക് ഖൈർ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ റഹ്മത്തിനെ സ്പെഷ്യലി നൽകും. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. നിങ്ങൾക്ക് നൽകിയ ഈ റഹ്മത്ത്, നിങ്ങൾക്ക് നൽകിയ ഈ ഖൈർ, നന്മ, അത് അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യലി നൽകിയതാണ്. നിങ്ങൾക്കത് ലഭിച്ചതുകൊണ്ട് മുശ്രിക്കീങ്ങൾക്കോ അഹ്ലു കിതാബിൽപ്പെട്ട കുഫർ ചെയ്യുന്നവർക്കോ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കത് കിട്ടണമെന്ന്. അള്ളാഹു അതാണ് പറയുന്നത്, മാ യവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന, അഹ്ലു കിതാബിൽ കുഫർ ചെയ്ത ആളുകൾ ആഗ്രഹിക്കുന്നില്ല. അഹ്ലു കിതാബിലെ എല്ലാ ആളുകളുമല്ല, അഹ്ലു കിതാബിൽ തന്നെ എത്രയോ നല്ല ആളുകളുണ്ട്. പ്രവാചകൻ്റെ കൂടെ കൂടി എത്രയോ ആളുകളുണ്ട്. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ട മുഖൈരീഖിനെ കുറിച്ച് ഇബ്നു ഹസാക്കിൻ്റെ സീറയിൽ പറയുന്നുണ്ട്. വക്കാന മിമ്മൻ ഖുതില യൗമ ഉഹദിൻ മുഖൈരീഖ്, മുഖൈരീഖ് എന്ന് പറയുന്ന റബ്ബായി ഉണ്ടായിരുന്നു അവരുടെ ഗോത്രത്തിൽ. ആ ഗോത്രത്തിലെ റബ്ബായി ഗോത്രക്കാരോട് പറഞ്ഞത്, ബനു നദീർ ഗോത്രമാണ്, ബനു നദീർ ഗോത്രക്കാരോട് പറഞ്ഞത്, യാ മാഷറ യഹൂദ്, യഹൂദരെ നിങ്ങൾക്കറിയാലോ നമ്മൾ മുഹമ്മദിനെ സഹായിക്കണമെന്ന സത്യം അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദ് യുദ്ധത്തിൽ നമ്മൾ മുഹമ്മദിനെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഖാലു ഇന്നൽ യൗമ യൗമു സബത്ത്, ഇന്നത്തെ ദിവസം സബത്ത് ദിവസമാണല്ലോ, നമ്മളെങ്ങനെയാണ് യുദ്ധത്തിന് പോവുക? അപ്പം അദ്ദേഹം പറഞ്ഞു, ഖാല ലാ സബത്ത് ലക്കും, നിങ്ങൾക്കൊരു സബത്തും ഇന്നില്ല, ഇന്ന് സബത്തൊന്നുമില്ല, അന്ന് നമ്മൾ യുദ്ധത്തിന് പോകണം. ഫഹദ സൈഫോ, അദ്ദേഹത്തിൻ്റെ വാളൊക്കെ എടുത്ത് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാലക്ക ഫമാലിലി മുഹമ്മദിൻ യസ്നഉ ഫീഹി മാഷാ, മുഹമ്മദ് ഉദ്ദേശിക്കുന്ന വിധത്തിലേക്ക് കൈകാര്യം ചെയ്യാൻ എൻ്റെ ധനൊക്കെ ഞാൻ മുഹമ്മദിന് കൊടുക്കുകയാണ് എന്ന വസിയത്തോടുകൂടെ യുദ്ധത്തിന് പങ്കെടുത്തു. ഫഖാത്തല മാഹു, പ്രവാചകൻ്റെ കൂടെ യുദ്ധം ചെയ്തു. ഹത്ത ഖുത്തില, അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഖൈരീഖ് ഖൈറു യഹൂദ്, യഹൂദറിലെ ഖൈറാണ് മുഖൈരീഖ് എന്ന്, യഹൂദറിലെ നന്മയാണ് മുഖൈരീഖ്. അങ്ങനെയുള്ള റബ്ബായിമാർ ഉണ്ടായിരുന്നു. അതുപോലെ പ്രമുഖ സ്വഹാബി അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബനു ഖൈനുഖായിലെ ഒരു പണ്ഡിതനായിരുന്നു. പ്രവാചകൻ മക്കയിൽ ആഗതനായ സമയത്ത് പ്രവാചകനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ച് പ്രവാചകൻ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി പ്രവാചകനെ വെയിറ്റ് ചെയ്ത് നിന്ന ആളാണ്. പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മായി പറയുന്നുണ്ട്, മോശ വന്നാൽ നീ ഇത്ര സന്തോഷം പ്രകടിപ്പിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയും അമ്മായിയോട്, അമ്മായി വന്നിരിക്കുന്നത് മോശയുടെ സഹോദരനാണ്. അങ്ങനെ പ്രവാചകനെ കാണാൻ പോവുകയും പ്രവാചകനെ കണ്ട സംഭവമൊക്കെ അദ്ദേഹം പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് പ്രവാചകൻ്റെ അടുത്ത് നിന്ന് കേട്ടതൊക്കെ അദ്ദേഹം ഓർമ്മിച്ച് വെച്ച് അദ്ദേഹം അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രവാചകൻ എങ്ങനെ നോക്കി നിന്നു, പ്രവാചകൻ എന്താണ് പറയുന്നത് എന്നൊക്കെ കേട്ടു.
വളരെ അറ്റൻഷനോടുകൂടെ പ്രവാചകനെ പരിഗണിച്ച പ്രമുഖ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു സലാം. അദ്ദേഹം യഹൂദിയായിരുന്നു. അതുപോലെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അയ്യൂബ് എന്നുള്ള പേരും ബൈബിളിലെ ഒരു പുസ്തകത്തിൻ്റെ പേരാണല്ലോ. അയ്യൂബ് നബിയെ അറിയാവുന്നവരും യഹൂദരാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരൊക്കെ യഹൂദരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഗോത്രത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. ആ ഗോത്രത്തിലെ പലരും യഹൂദരാകാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ യഹൂദരിൽ കുറേ ആളുകളുണ്ട്, നല്ല ആളുകൾ, പ്രവാചകൻ്റെ കൂടെയൊക്കെ കൂടിയ ആളുകളാണ്. എന്നാൽ യഹൂദരിൽ കുഫർ ചെയ്ത ആളുകൾ, യഹൂദരിൽ മാത്രമല്ല ക്രിസ്ത്യാനികളിലും. അതുകൊണ്ടാണ് അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലിൽ കിതാബിൽ പ്രവാചകനെ അംഗീകരിക്കാത്ത ആളുകൾ, നിഷേധിച്ച ആളുകൾ, അതുപോലെ മുശ്രിക്കീങ്ങളും അവർ ആഗ്രഹിക്കുന്നില്ല അൻ യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ, നിങ്ങൾക്ക് ഖൈറ് നിങ്ങളിൽ ഇറക്കപ്പെടുന്നത് അവരാഗ്രഹിക്കുന്നില്ല. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഖൈറ് നിങ്ങൾക്കുണ്ടാകുന്നത് അവരാഗ്രഹിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവോ വല്ലാഹു യഖ്തസു ബി റഹ്മത്തിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ റഹ്മത്തിന് അവൻ സ്പെഷ്യലി ഗ്രാൻഡ് ചെയ്യും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും അവൻ്റെ റഹ്മത്ത്. അള്ളാഹു ദുൽ ഫളിലാണ്, മഹത്തായ ഔദാര്യത്തിൻ്റെ ഉടമയാണ്. മഹത്തായ ദുൽ ഫളിൽ അലീം, മഹത്തായ ഔദാര്യത്തിൻ്റെ ഉടമയാണ് അള്ളാഹു. അതുകൊണ്ട് ആരെങ്കിലും ആ ഖൈറ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിനിയും അവസരമുണ്ട്. അവർക്ക് പ്രവാചകനെ അംഗീകരിക്കാം, പ്രവാചകൻ്റെ കൂടെ നിൽക്കാം. അങ്ങനെ ആ ഖൈറിന് അവർക്കും ആ ഖൈറ് നേടാം. അവൻ മഹത്തായ ഖൈറിൻ്റെ മഹത്തായ ഔദാര്യത്തിൻ്റെ ഉടമയാണ് അള്ളാഹു. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത്, നേരത്തെയുള്ള നിയമങ്ങളെ, അള്ളാഹു നൽകിയ നിയമങ്ങളെ ചിലപ്പോൾ അള്ളാഹു റദ്ദ് ചെയ്യും. അള്ളാഹു മോശയ്ക്ക് നൽകിയ, മൂസാ അലൈഹി സ്വലാമിന് നൽകിയ തൗറാത്തിലെ നിയമങ്ങളെ റദ്ദ് ചെയ്യുന്നു. തൗറാത്തിലെ നിയമങ്ങൾ എക്കാലവും നിൽക്കുമെന്നൊന്നുമില്ല. അങ്ങനെ ചിലപ്പോൾ റദ്ദ് ചെയ്യുകയാണ്. അങ്ങനെ റദ്ദ് ചെയ്താൽ ഇനി അതല്ല, നേരത്തെ നൽകിയ നിയമങ്ങൾ ചിലതൊക്കെ വിസ്മരിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ വിസ്മരിക്കപ്പെട്ടതും അള്ളാഹു റദ്ദ് ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. അള്ളാഹു എന്ത് റദ്ദ് ചെയ്താലും എന്ത് വിസ്മരിപ്പിച്ചാലും അള്ളാഹു അതിനേക്കാൾ ബെറ്ററായിട്ട് അല്ലെങ്കിൽ അതുപോലത്തത് കൊണ്ടുവരും. പുതിയ പ്രവാചകൻ വന്നിട്ട് അതുപോലത്തെ നിയമങ്ങൾ നൽകും, അല്ലെങ്കിൽ അതിന് ബെറ്ററായ നിയമങ്ങൾ നൽകും. അതാണ് അള്ളാഹുവിൻ്റെ രീതി. അങ്ങനെ എന്ത് അള്ളാഹു വിസ്മരിപ്പിച്ച് കഴിഞ്ഞാലും പേടിക്കേണ്ട, നിങ്ങൾക്ക് പുതിയ നിയമം കിട്ടും. അതുകൊണ്ട് തോറയുടെ നിയമങ്ങൾ എന്നെക്കാലവും ഞങ്ങൾ അതുമാത്രമേ ഞങ്ങൾക്ക് പാടുള്ളൂ എന്ന നിങ്ങളെ വാദം ശരിയല്ല. അലം തഅലം, നിങ്ങൾക്കറിയില്ലേ, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന് എല്ലാ കാര്യത്തിൻ്റെ മേലും ഖദറുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയില്ലേ. അള്ളാഹു പറയുന്നു, മാ നൻസഹ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅ്തി ബി ഖൈരിൻ മിൻഹ. ഏത് ആയത്ത് അള്ളാഹു അബ്രഗേറ്റ് ചെയ്താലും റദ്ദ് ചെയ്താലും, ഏത് ആയത്തിനെ അള്ളാഹു ദുർബലപ്പെടുത്തിയാലും, ഔ നുൻസിഹ അല്ലെങ്കിൽ വിസ്മരിപ്പിച്ചാലും, നഅ്തി ബി ഖൈരിൻ മിൻഹ അതിനേക്കാൾ ബെറ്റർ നാം കൊണ്ടുവരും. ഔ മിഥ്ലി അല്ലെങ്കിൽ അതുപോലത്തത് കൊണ്ടുവരും, അതുപോലെ പുതിയൊരു നിയമം കൊണ്ടുവരും. അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിങ്ങൾക്കറിയില്ലേ അള്ളാഹുവിന് എല്ലാ കാര്യത്തിനും ഖദറുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. മൂസാ അലൈഹി സ്വലാമിൻ്റെ നിയമത്തിൽ പല ഭേദഗതികളും ഈസാ അലൈഹി സ്വലാം വന്ന സമയത്ത് ഉണ്ടാക്കി. ഏസച്ച് റദ്ദ് ചെയ്തില്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ ഭേദഗതികൾ വരുത്തി. അദ്ദേഹം എങ്ങനെയാണ് തൗറാത്തിൻ്റെ നിയമങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന സ്പിരിറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അങ്ങനെ നേരത്തെ നൽകിയ നിയമങ്ങളിൽ പല മാറ്റങ്ങളും പല തിരുത്തലുകളും അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷനിൽ പുതിയ ഒരു മെത്തേഡൊക്കെ കൊണ്ടുവരുന്നത് ആ നിയമത്തെ നസ്ഖ് ചെയ്യലാണ്, അതിനെ അബ്രഗേറ്റ് ചെയ്യലാണ്, അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തലാണ്. പരിശുദ്ധ ഖുർആൻ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഇവിടെ ആയത്ത് എന്നുദ്ദേശിച്ചത് നിയമമാണ്. മാ നൻസഹ് മിൻ ആയത്തിൻ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു നിയമം എന്നുള്ള അർത്ഥത്തിലാണ്. ആയത്തിൻ്റെ അസുലിയായ അർത്ഥം വൽ ആയത്ത് ഫിൽ അസുലി അദ്ദലീൽ വ ഷാഹിദു അല അംറിൻ, എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള തെളിവ്, സാക്ഷി എന്നൊക്കെയാണ്. തുമ്മ ഉത്ലിഖത്തിൽ ആയത്തു അലൽ മുഅ്ജിസത്തിൽ അന്നഹ ദലീലു സിദ്ഖി റസൂൽ, പിന്നെ ആയത്ത് എന്നുള്ളത് ഉപയോഗിക്കുന്നത് മുഅ്ജിസത്തിനാണ്, പ്രവാചകന്മാർ കാണിക്കുന്ന അത്ഭുത അടയാളങ്ങൾക്കാണ്. കാരണം അത് അവരുടെ സത്യത്തിൻ്റെ തെളിവാണ്. ആ അർത്ഥത്തിൽ ഖുർആനിൽ ഒരുപാട് ആയത്തിൽ കാണാൻ കഴിയും. വമാ മനഇന അൻ നുർസില ബിൽ ആയാത്തി ഇല്ലാ അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ, പുതിയൊരു തെളിവ് കൊണ്ടുവരുന്നതിന് എന്നെ തടയുന്നു, നമ്മെ തടയുന്നത് ഒന്നും തടയുന്നില്ല, എന്തല്ലാതെ ഇല്ലാ അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ. ഇങ്ങനെ ആയത്തുകൾ കൊണ്ടുവന്നപ്പോൾ മുൻകഴിഞ്ഞ ആളുകൾ അതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ഏതായത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും തള്ളിക്കളയും. അതുകൊണ്ടാണ് പുതിയ ആയത്തൊന്നും കൊണ്ടുവരാത്തത്, പുതിയൊരു തെളിവ് നൽകാത്തത്. അതാണ് അവിടെയൊക്കെ പറയുന്ന തെളിവ് പ്രവാചകൻ്റെ സത്യത്തിനുള്ള തെളിവാണ്.
അതുപോലെ ആയത്ത് എന്നുള്ളത് പിന്നീട് ഉപയോഗിക്കുന്നത് പത്തുത്തുലഖുൽ ആയത്തു അലൽ ഖിത്അത്തി മിനൽ ഖുർആനിൽ മുസ്തമിലത്തി അല ഹുക്മിൻ ഷർഈൻ, എന്തെങ്കിലും ഒരു മതവിധി ഉൾക്കൊള്ളുന്ന ഖുർആൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഔ മൗഇല, എന്തെങ്കിലും ഒരു സതുപദേശം ഉൾക്കൊള്ളുന്ന, ഔ നഹ്വി ദാലിക, എന്തെങ്കിലും അതുപോലെയുള്ള ഖുർആൻ്റെ ഒരു വചനത്തെയാണ്. ആ വചനത്തിൽ ചിലപ്പോൾ ഒരു വിധി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഗുണപാഠം ഉണ്ടാകും, ഒരു സതുപദേശം ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ഒരു ആയത്താണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഏത് ആയത്തിനെ ദുർബലപ്പെടുത്തിയാലും ഏത് ആയത്ത് വിസ്മരിപ്പിച്ചാലും എന്ന് പറഞ്ഞിടത്തിലുള്ള ആയത്ത് ഏത് വിധി അല്ലെങ്കിൽ ഏത് ഉപദേശം, നേരത്തെ നൽകപ്പെട്ട ഏത് ഉപദേശം അള്ളാഹു തള്ളിയാലും, അങ്ങനെ മോശക്ക് നൽകിയ ന്യായപ്രമാണമുണ്ട്, മൂസാ അലൈഹി സ്വലാമിന് നൽകിയ ശരീഅത്തുണ്ട്, അതിനെയൊക്കെ മാറ്റിയിട്ടാണ് പുതിയ ശരീഅത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത്. അങ്ങനെ പുതിയ ശരീഅത്ത് അവതരിപ്പിക്കുമ്പോൾ പഴയ ശരീഅത്തിനെ അബ്രഗേറ്റ് ചെയ്യുന്നു, പഴയ ശരീഅത്തിനെ റദ്ദ് ചെയ്യുന്നു, ദുർബലപ്പെടുത്തുന്നു, പുതിയ നിയമങ്ങൾ നൽകുന്നു. പക്ഷേ പുതിയ നിയമങ്ങൾ ഒന്നുകിൽ ബെറ്ററാണ്, അല്ലെങ്കിൽ പഴയത് മാതിരി തന്നെയുള്ള നിയമമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന് എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം. ഈ നസ്ഖ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ തന്നെയുള്ള ഒരു ആയത്തിലെ വിധി ചിലപ്പോൾ മറ്റൊരായത്തിലെ വിധിയാൽ ദുർബലപ്പെടുത്തപ്പെട്ടേക്കാം. ഒരു ആയത്തിൽ പറയുന്ന ഒരു വിധി വേറെ ഒരു ആയത്ത് അതിനെ സ്പെസിഫൈ ചെയ്യും. ചിലപ്പോൾ ഒരു ആയത്തിൽ ജനറലി ഒരു കാര്യം പറയും, വേറൊരായത്തിൽ വളരെ സ്പെസിഫിക്കലി പറയും. അപ്പോൾ സ്പെസിഫിക്കലി പറഞ്ഞത് നമ്മൾ പറയും, സ്പെസിഫിക്കലി പറഞ്ഞ ആയത്ത് നേരത്തെ ജനറലി പറഞ്ഞ ആയത്തിനെ ദുർബലപ്പെടുത്തുന്നുണ്ട്, അഥവാ അതിലെ വിധിയെ ദുർബലപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരായത്തിലൊരു കാര്യം പറയും, മറ്റൊരായത്തിൽ ചില എക്സെപ്ഷൻസ് പറയും. അപ്പോൾ പറയും, ഈ എക്സെപ്ഷൻസ് പറഞ്ഞ ആയത്തിലെ വിധി നേരത്തെ പറഞ്ഞ ആയത്തിലെ വിധിയെ ദുർബലപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് ഒരു സാങ്കേതികമായിട്ട് കർമ്മശാസ്ത്രത്തിലൊക്കെ നസ്ഖ് എന്നത് വലിയ ചർച്ചാ വിഷയമാണ്. ചിലപ്പോൾ പരിശുദ്ധ ഖുർആനിലൊരു വിധി പൊതുവായിട്ട് പറയും, പ്രവാചകൻ അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയും, അല്ലെങ്കിൽ അതിൽ ചില എക്സെപ്ഷൻസ് പറയും. ഖുർആനിൽ പറയുന്നു, നിങ്ങൾ ഉറ്റ ബന്ധുക്കൾക്ക് അതുപോലെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ധനം വസിയത്ത് ചെയ്യണം എന്ന് സൂറ ബഖറയിൽ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വസിയത്ത് ചെയ്യണം, വസിയത്ത് നിയമമാണ്, നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു, കുത്തിബ എന്നാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു വസിയത്ത്. പക്ഷേ സൂറ നിസായിൽ വസിയത്തിനെക്കുറിച്ച് വിശദമായ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാചകൻ എന്നിട്ട് പറഞ്ഞു, അനന്തരാവകാശമുള്ള ആളുകൾക്ക്, ഖുർആൻ അനന്തരാവകാശത്തിൻ്റെ വിഹിതം പറഞ്ഞ ആളുകൾക്ക് വസിയത്തില്ല. അപ്പോൾ പ്രവാചകൻ്റെ ആ ഹദീസിലെ വിധി ഖുർആനിൽ വസിയത്ത് ചെയ്യണം എന്ന് പറഞ്ഞ വിധിയെ ദുർബലപ്പെടുത്തുന്നു എന്ന് പറയും. ചിലപ്പോൾ പ്രവാചകൻ അങ്ങനെ പറയും, ഖുർആനിലെ ഒരു വിധിയെ പ്രവാചകൻ്റെ ഒരു വചനത്താൽ സ്പെസിഫൈ ചെയ്യും, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെ ഖുർആൻ്റെ വിധിയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പ്രവാചക വചനങ്ങളുണ്ടാവും, ഖുർആൻ്റെ മറ്റ് വചനങ്ങളുണ്ടാവും. ഒരു വചനത്തിൽ പറയുന്നതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഖുർആൻ പറഞ്ഞു എല്ലാ ശവവും ഹറാമാണെന്ന് പറഞ്ഞു, അതിനെ പിന്നെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, പ്രവാചകൻ്റെ വചനങ്ങളും സ്പെസിഫൈ ചെയ്യുന്നു. അതായത് കടലിലെ മാംസം, കടലിലെ ശവം ഹറാമല്ല. അപ്പോൾ ഖുർആനിൽ അങ്ങനെ പൊതുവായിട്ട് ഹറാമെന്ന് പറഞ്ഞത് പ്രവാചകൻ്റെ ഒരു വചനത്താൽ ചിലപ്പോൾ അതിലെ വിധിയെ ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആക്കും, ഒന്ന് സ്പെസിഫൈ ചെയ്യും. ചിലപ്പോൾ എക്സെപ്ഷൻസ് പറയും, ചിലത് എക്സെപ്റ്റ് ദീസ് എന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ നസ്ഖ് എന്നാണ് പറയുക, അബ്രഗേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ അള്ളാഹു പറയുന്നത്, ഇവിടെ ഉദ്ദേശിച്ചത് മുൻകാല ശരീഅത്തിനെ അള്ളാഹു ദുർബലപ്പെടുത്തിയാൽ അതിനേക്കാൾ നല്ലത് കൊണ്ടുവരും, അല്ലെങ്കിൽ അതുപോലത്തത് കൊണ്ടുവരും. അള്ളാഹു അതിനൊക്കെ കഴിവുള്ളവനാണ്. അലം തഅലം, താങ്കൾക്കറിയില്ലേ, അന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വല്ലർള്, ആകാശഭൂമികളുടെയൊക്കെ ആധിപത്യം അള്ളാഹുവിനാണ്. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അവനെ കൂടാതെ നിങ്ങൾക്ക് ഒരു വലിയുമില്ല, ഒരു പ്രൊട്ടക്ടറുമില്ല, വലാ നസീർ, ഒരു സഹായിയുമില്ല, സംരക്ഷിക്കാനും ആരുമില്ല, നിങ്ങളെ സഹായിക്കാനും അവനെ കൂടാതെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത്, അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബ്ലു, മൂസ ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങൾ പ്രവാചകനോട് ചോദിക്കാൻ നോക്കുകയാണോ, ഉദ്ദേശിക്കുകയാണോ? മൂസ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അത് കേട്ടില്ല. ഫഫ്അലു മാ തുഅ്മറൂൻ എന്ന് ബഖറയെ അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പറയുന്നത് ചെയ്യൂ. പക്ഷെ അവരിത് കേൾക്കാതെ അതിൻ്റെ നിറമെന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്താൽ മാത്രം മതി. കൽപ്പിക്കപ്പെടാത്തത് ചുഴിഞ്ഞന്വേഷിക്കേണ്ട. അതുകൊണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം അള്ളാഹു ഇതിലൂടെ നൽകുകയാണ്, മൂസ ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങൾ പ്രവാചകനോട് ചോദിച്ചുകൊണ്ടിരിക്കരുത്. ഇതും വലിയ ഒരു നിർദ്ദേശമാണ്. ആദ്യം പറഞ്ഞത് നിങ്ങൾ കേൾക്കണം,
നിങ്ങൾ പ്രവാചകൻ എന്താണെന്ന് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് റായിന എന്നാകരുത്, ഉന്തുർന എന്നായിരിക്കണം. മറ്റൊന്ന്, നിങ്ങൾ പ്രവാചകനോട് ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കരുത്. വമയ്യ തബദ്ദലിൽ കുഫറ ബിൽ ഈമാനി ഫഖദ് ലല്ല സവാ സബീൽ. ഈമാനിനെ കുഫറിന് പകരം എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്ന ആൾ, ഈമാനിന് പകരം കുഫർ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്ന ആളുകൾ, അവർ സവാഉ സബീലിൽ നിന്ന് വഴിതെറ്റിയവരാണ്, നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ആളുകളാണ് എന്ന് അള്ളാഹു പറയുന്നു. ഇത്തരം നിർദ്ദേശങ്ങൾക്ക് ശേഷം അള്ളാഹു അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ അവരുടെ അസൂയ കാരണം, അവരുടെ കുഫ്ർ കാരണം എന്തൊക്കെ പറഞ്ഞു പരത്തുന്നു, എന്തൊക്കെ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അവർ ചെയ്യുന്നു, അതിനോടൊക്കെ നിങ്ങൾ ഏത് സമീപനം പുലർത്തണം എന്നൊക്കെയാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം വിശദീകരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.